തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ആക്സിഡന്റ് റെസ്ക്യൂ 24/7 തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റി രൂപീകരണവും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ മുൻനിരയിൽ പ്രവർത്തിച്ച താലൂക്ക് ആശുപത്രി ജീവനക്കാരെ ആദരിക്കലും സംഘടിപ്പിച്ചു. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ആശുപത്രിയുമായും മറ്റും സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനം പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളെ ഇവിടെ വിളിച്ച് വരുത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ചെയ്തൊരു തീപിടുത്തം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നുണ്ടോ, ഈ ആശുപത്രി കുറച്ച് കാലമായിട്ട് ഇങ്ങനെ കുറച്ച് ഓരോരോ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് മുകളിലോട്ട് വരികയും അതിലിങ്ങനെ ഓരോരുത്തർക്ക് ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് ഉൾപ്പെടെ ട്രെയിനിങ് കൊടുക്കുകയും അതിനുള്ള രജിസ്റ്ററുകളും കൃത്യമായിട്ട് വരുന്നു പോകുന്നു. പ്രശ്നങ്ങളും വഴക്കും ആരോപണങ്ങളും ഒക്കെ ഒരുപാടുണ്ടെങ്കിലും വളരെ ഫയറും ഈ സാധനങ്ങളും ഗ്രൗണ്ടിങ്ങും പിന്നെ ഈ തിരുവനന്തപുരം താലൂക്കിലുള്ള അപകടമുള്ള സ്ഥലങ്ങളെല്ലാം എല്ലാവരും തമ്മിൽ അറിഞ്ഞിരിക്കണം. അത് ഈ പറഞ്ഞത് കീഴ്ശ്ശേരി ചെന്നിട്ട് അവിടെ അറിയാതെ എടുത്ത് ചാടിയിട്ട് പിന്നെ പോകുന്നവരെ രക്ഷപ്പെടുത്താനായിട്ട് വേറെ ആൾക്കാരുണ്ടായിരുന്ന സീൻ. അപ്പൊ ഈ ഓരോ മേഖലയിലും ഉണ്ടാകുന്ന ഡേഞ്ചർ സ്പോട്ടുകൾ അതിനെ സ്പോട്ട് മാപ്പിംഗ് ആക്കിയിട്ട് ഡേഞ്ചർ ഏരിയകൾ അവിടെ നിന്നുള്ള പ്രത്യേകം അതിനുള്ള ട്രെയിനിങ്ങും അതിനുള്ള മുൻകരുതലുകളും ഈ തരത്തിൽ എല്ലാ തരത്തിലും തന്നെ നിങ്ങൾ ഭയങ്കര കേപ്പബിൾ ആക്കി വരണം. നമ്മുടെ ഭാഗത്തുള്ള എല്ലാവരുടെ സഹകരണങ്ങളും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ ഞങ്ങളെ അന്ന് അതിന് മുന്നിൽ നിന്ന് നയിച്ച പിന്നെ ആർമുകടനെയും ഹരിപ്രസാദിനെയും രഞ്ജീഷിനെയൊക്കെ ആദരിക്കാനായിട്ട് വെച്ച് വളരെ ഉചിതമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ സ്റ്റാഫ് കൗൺസിൽ അല്ലാതെ തന്നെ അവർക്ക് വേറെ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നാളെ സ്റ്റേറ്റ് മിഷൻ നാളെ ഉച്ചയ്ക്ക് സ്റ്റേറ്റ് റിവ്യൂ സീനിയർ IAS ഓഫീസറുടെ നേതൃത്വത്തിൽ നാളെ ഇൻസ്പെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുള്ള കുറച്ച് ഇങ്ങനെ കയറി വരുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാന സന്നദ്ധ പ്രവർത്തകരുടെ സഹായം തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ എപ്പോഴും. ഒരു ക്ലീനിങ്ങിനാണെങ്കിലും ഒരു ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ വരാനാണെങ്കിലും ഒരു തവണ തിയേറ്റർ അടച്ചിട്ടിട്ട് കുറച്ച് നാൾ റിപ്പയർ ഉണ്ടായിരുന്നു അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ. അപ്പോൾ മാസക്കണക്ക് അടച്ചിട്ടേണ്ടി വന്നു. അത് കഴിഞ്ഞ ശേഷം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഇവിടുത്തെ എല്ലാ വളണ്ടിയേഴ്സും വളരെ സഹായിക്കുകയാണ്. പിന്നെ ആശുപത്രിയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഇവിടുത്തെ എല്ലാ എമർജൻസി വിഭാഗത്തിൽ വന്ന് സഹായിക്കുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ 3 വർഷം ആകുമ്പോൾ അപ്പോൾ അതിൽ ആദ്യം വന്നപ്പോൾ കേൾക്കുന്നത് ഈ ആക്സിഡന്റ് റെസ്ക്യൂ ടീമിന്, പിന്നെയാണ് വേറെ 2-3 ടീമുകളുടെ പേരുകൾ, പിന്നെ ട്രോമ കെയർ ഉണ്ടായിരുന്നു ആദ്യം, ആക്സിഡന്റ് റെസ്ക്യൂ, പിന്നെ അങ്ങനെ പല KE ഈ ചെക്കൻ. ചടങ്ങിൽ ആക്സിഡന്റ് റെസ്ക്യൂ 24/7 സംസ്ഥാന കോർഡിനേറ്റർ ജംഷീർ കൂരിയാടൻ, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സുനിൽ ബാബു കീശ്ശേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാസിൽ കൂരിയാട്, ജോയിന്റ് സെക്രട്ടറി ജംഷാദ് പടിക്കൽ, വൈസ് പ്രസിഡന്റ് സലീം പുകയൂർ എന്നിവർ പങ്കെടുത്തു. ഏതൊരു ആക്സിഡന്റ് വാർത്തയും ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ അറിയിക്കുന്നത് ആക്സിഡന്റ് റെസ്ക്യൂ 24/7 ആണ്. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിന്റെ പേര്. കാരണം വെച്ചാൽ അവിടെ അങ്ങനെ കൊടുക്കുക, ഞങ്ങൾ ട്രിപ്പറുകൾക്ക് മറ്റു രൂപയുടെ പേരുകൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ വളരെ നല്ല രീതിയിൽ അതിനെ പിന്നെ ജനങ്ങൾക്ക് എത്തിക്കുന്ന ഒരു രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നടക്കുമ്പോൾ ഇവിടെ നടക്കുന്ന തിരുവങ്ങാടി യൂണിറ്റിന്റെ ഇപ്പൊ അതിന് വാട്സപ്പിലായിരുന്നു നമ്മൾ മൊത്തം പ്രോബ്ലം ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ എന്താക്കി ജനങ്ങൾക്ക് ഇറങ്ങി തിരിച്ചിട്ട് ഒരു കൂട്ടായ്മയായിട്ട് ഇപ്പൊ തിരുവങ്ങാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അതെ, അപ്പൊ അതാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സംഘടന ഇപ്പൊ സാധാരണ സംഘടനയിലെ ഒരു സംഘടനയുടെ പേരും പേര് വെച്ചിട്ടാണ് പറയാറ്. പക്ഷെ നമ്മുടെ ആക്സിഡന്റ് റെസ്ക്യൂവിൽ അങ്ങനെയല്ല. ആക്സിഡന്റ് റെസ്ക്യൂ 24/7 തിരുവങ്ങാടി യൂണിറ്റ് എന്ന് പറയാം. അല്ലാതെ തിരുവങ്ങാടി യൂണിറ്റ് ഇന്ന ആള് ചെയ്തു എന്ന രീതി ഒട്ടും പറയുന്നില്ല. അത് ഈഗോ പ്രശ്നം ഉണ്ടാക്കുന്ന കേസാണ്. അതായത് ആ മൊത്തത്തില് ആ ഒരു കമ്മിറ്റിന്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ മാസം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടായ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ മറ്റുള്ളവരെ അറിയിക്കുകയും ഉടനെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുകയും ചെയ്ത സെക്യൂരിറ്റി അർമുഖൻ CP, നഴ്സിംഗ് ഹെഡ് സ്റ്റാഫ് രഞ്ജിനി, നഴ്സിംഗ് സ്റ്റാഫ് ഹരിപ്രസാദ് എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു.
തിരൂരങ്ങാടി താലൂക്ക് ഭാരവാഹികളായി പ്രസിഡന്റായി അൽത്താഫ്, സെക്രട്ടറിയായി മുഹമ്മദ് വേങ്ങര, ട്രഷററായി സഫീഖ് സി കെ നഗർ, രക്ഷാധികാരിയായി അഷ്റഫ് വി കെ പടി, വൈസ് പ്രസിഡന്റുമാരായി അബ്ദുൽ വഹാബ് ചേളാരി, നൌഫൽ കോട്ടക്കൽ, ജോയിന്റ് സെക്രട്ടറിമാരായി അഷ്റഫ് പാലച്ചിറമാട്, സിറാജ് AR നഗർ എന്നിവരെ തെരഞ്ഞെടുത്തു. ചടങ്ങിൽ ആക്സിഡന്റ് റെസ്ക്യൂ ജില്ലാ ഭാരവാഹികൾ, താലൂക്ക് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.